നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പലരും 786 എന്ന് പറയുന്നൊരക്കം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗ്യ നമ്പറായിട്ടുമൊക്കെ കണക്കാക്കാറുണ്ട്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിൽ, മൊബൈൽ നമ്പറുകളിൽ, എന്തിനേറെ 786 എന്നെഴുതിയ ഒരു നോട്ട് പോലും കിട്ടാൻ നമ്മൾ കൊതിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് 786? അത് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതറിയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അബ്ജദ് എന്ന് പറയുന്ന അറബി ഭാഷയിലെ ഒരു ന്യൂമറിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി ഭാഷാ അക്ഷരങ്ങൾക്ക് അതിന്റെ ക്രമമനുസരിച്ച് ഓരോ നമ്പർ വീതം കൊടുക്കുന്നു. ഉദാഹരണത്തിന് അലിഫിന് 1, ബാഇന് 2 എന്നിങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നമ്പർ വീതം കൊടുക്കുന്നു. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറയുന്ന ഒരു പദത്തിനെ ഇത്തരത്തിൽ അബ്ജദ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ സിസ്റ്റത്തിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനാക്കി കിട്ടുന്ന തുക 786 ആണ്. ഇതിന്റെ തുടക്കം ആരംഭിക്കുന്നത് പണ്ടുള്ള കത്തുകളിലാണ്. പണ്ടുള്ള ഉസ്താദമാർ പറയാറുണ്ട്, കത്തേതിനു മുമ്പ് തുടക്കത്തിൽ ബിസ്മി എഴുതുന്നത് സുന്നത്താണ് എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ബിസ്മി എഴുതിയ കത്തുകൾ വായിച്ചതിന് ശേഷം അതിനെ എടുത്ത് കീറിക്കളയുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അത് ബിസ്മി എന്ന് പറയുന്ന പദത്തിനോട് കാണിക്കുന്ന വലിയൊരു അനാദരവാണ്. അതിനാൽ തന്നെ ബിസ്മി എന്ന പദത്തിന് പകരം 786 എന്ന് എഴുതുമ്പോൾ അതിന് ഈ കത്ത് എടുത്ത് കളഞ്ഞാൽ പോലും ബിസ്മി എന്ന പദത്തിനോട് അനാദരവ് കാണിച്ചതായി ആകുന്നില്ല. അതോടൊപ്പം 786 എന്ന് കാണുമ്പോൾ അത് വായിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് ബിസ്മി എന്ന് പറയുകയും ചെയ്യുന്നു. 786 എന്ന് പറയുന്ന രക്കത്തെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ നമുക്കെവിടെയും കാണുവാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒന്നല്ല. നേരെ മറിച്ച് അറബി ഭാഷയിലെ അബ്ജദ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട